നമസ്കാരം. കണ്ണൂർ ചെമ്പലിക്കുണ്ടിൽ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്ന കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി. വയലപ്ര സ്വദേശി റിയമയുടെ 3 വയസ്സുള്ള മകൻ കൃഷിവ് രാജിന്റെ മൃതദേഹമാണ് പുഴയോരത്ത് നിന്ന് കണ്ടെത്തിയത്. അഗ്നിരക്ഷാസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ തിരച്ചിലിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്താനായത്. ചൊവ്വാഴ്ച റീമയുടെ സംസ്കാരത്തിന് പിന്നാലെയാണ് വൈകിട്ടോടെ കൃഷിവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. റെയിൽവേ പാലത്തിന്റെ താഴെ ഭാഗത്തായി പുഴയോട് ചേർന്നുള്ള കണ്ടൽക്കാടുകൾക്കിടയിൽ നിന്നാണ് കൃഷിവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ അണ്ടർ വാട്ടർ ഗാർഡ് ഡ്രോൺ ക്യാമറകൾ കൊണ്ടുവന്ന് പരിശോധിച്ചുവെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. തുടർന്നാണ് പുഴയിലെ ജലനിരപ്പ് കുറഞ്ഞതും തിരച്ചിലിന് സഹായകരമായതും. ഞായറാഴ്ചയാണ് ചെമ്പലിക്കുണ്ട് പുഴയിലേക്ക് കുഞ്ഞുമായി റീമ ചാടിയത്. റിമയുടെ മൃതദേഹം തൊട്ടടുത്ത ദിവസം തന്നെ കണ്ടെത്തിയിരുന്നു. ഭർത്തൃവീട്ടിലെ മാനസിക പീഡനം കാരണമാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് റിമയുടെ കുടുംബം ആരോപിക്കുന്നത്. ഞായറാഴ്ച പുലർച്ചെയാണ് വേങ്ങര സ്വദേശി MP റീനയെയും മകനെയും വീട്ടിൽ നിന്ന് കാണാതായത്. തിരച്ചിലിൽ യുവതിയുടെ സ്കൂട്ടർ ചെമ്പലിക്കുണ്ട് പാലത്തിന് മുകളിൽ കണ്ടതോടെയാണ് പുഴയിൽ പരിശോധന നടത്തിയത്. ഭർത്താവിന്റെയും വീട്ടുകാരുടെയും മാനസിക പീഡനത്തെ തുടർന്ന് കാലങ്ങളായി യുവതി സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. വിദേശത്തായിരുന്ന ഭർത്താവ് കമൽരാജ് കഴിഞ്ഞ ആഴ്ച മടങ്ങിയെത്തുകയും കുട്ടിയുടെ അവകാശത്തെ ചൊല്ലി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ വീട്ടിലെത്തി കുട്ടിയെ കൊണ്ടുപോകുമെന്ന് ഭർത്താവ് പറഞ്ഞിരുന്നു. ഇതാകാം മരണകാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ഭർത്തൃവീട്ടുകാരുമായി റിമ അകന്ന് സ്വന്തം വീട്ടിലായിരുന്നു താമസിച്ചത്. ശനിയാഴ്ച മാതാപിതാക്കൾ വീടിന്റെ മുകളിലത്തെ നിലയിൽ ഉറങ്ങാൻ പോയ ശേഷം രാത്രി 12:30 മകൻ കൃഷിവ് രാജിനെയും എടുത്ത് സ്കൂട്ടറിലാണ് റിമ ചെമ്പലിക്കുണ്ട് പുഴയിലേക്ക് എത്തിയത്. പാലത്തിലൂടെ കുട്ടിയുമായി നടക്കുന്നത് കണ്ട പ്രദേശവാസി കാര്യം തിരക്കുവാൻ എത്തുമ്പോഴേക്കും കുഞ്ഞുമായി പുഴയിൽ ചാടുകയായിരുന്നു. കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് കെട്ടിയായിരുന്നു പുഴയിലേക്ക് ചാടിയതും. 2015 റീമയുടെ വിവാഹം. കഴിഞ്ഞ വർഷം മാർച്ചിൽ കണ്ണപുരം പോലീസിൽ റീമ ഗാർഹിക പീഡന പരാതി നൽകിയിരുന്നു. വീട്ടിൽ നിന്ന് ആത്മഹത്യക്കുറിപ്പും കണ്ടെത്തി. ഇരണാവ് സ്വദേശിയും പ്രവാസിയുമായ ഭർത്താവ് കമൽരാജിന്റെയും മാതാവിന്റെ പീഡനം മൂലമാണ് ജീവനൊടുക്കുന്നതെന്നാണ് കുറിപ്പിലുള്ളത്. എനിക്ക് കുട്ടിയെ മതി, നീ പോയി ചത്തോ എന്ന് റീനയുടെ ഭർത്താവ് പറഞ്ഞതായി റീമയുടെ അച്ഛൻ K. മോഹനൻ പറയുന്നു. ഞായറാഴ്ച പോലീസുമായി വന്ന് കുട്ടിയെ കൊണ്ടുപോകുമെന്നും പറഞ്ഞു. പ്രസവം മുതൽക്കേ തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഭർത്താവും അമ്മയുമാണ് എല്ലാത്തിനും കാരണം. തക്കതായ ശിക്ഷ അവർക്ക് ലഭിക്കണമെന്നും യുവതിയുടെ അച്ഛൻ ആവശ്യപ്പെട്ടു. കമൽരാജിന്റെ അമ്മയുടെ പേരിലാണ് കഴിഞ്ഞ വർഷം കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ ഗാർഹിക പീഡനത്തിന് പരാതി നൽകിയിരുന്നത്. വീട്ടിൽ നിന്ന് കിട്ടിയ ആത്മഹത്യക്കുറിപ്പ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഭർത്താവിന്റെയും ഭർത്തൃമാതാവിന്റെ പീഡനമാണ് മരണകാരണമായി ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത്. ഞങ്ങളുടെ മരണത്തിന് ഉത്തരവാദികൾ എന്റെ ഭർത്താവും അവരുടെ അമ്മയുമാണെന്ന് ശനിയാഴ്ച വൈകിട്ട് 6:02 റീമ സ്വന്തം വാട്സാപ്പിൽ കുറിച്ചിട്ടിരുന്നു. മരണശേഷം മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ ഇത് കണ്ടെത്തുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. മകളെയും കൊച്ചുമകൻ കൃഷിവിനെയും ഓർത്ത് വിലപിക്കുകയാണ് റീമയുടെ പിതാവ് കുന്നപ്പട മോഹനൻ. ഏറെക്കാലം പ്രവാസിയായിരുന്ന മോഹനൻ ഇപ്പോൾ വീടിന് സമീപം തയ്യൽക്കട നടത്തുകയാണ്. എപ്പോഴും എന്റെ കൂടെയാണ് കണ്ണൻ ഉണ്ടാകാറുള്ളത്. 2 ദിവസം മുൻപ് ഉച്ചയ്ക്ക് മകൻ ഫോണിൽ വിളിച്ചു പറഞ്ഞു കുട്ടിയെ കാണാൻ കമൽരാജ് വന്നിട്ടുണ്ടെന്ന്. കുട്ടി എനിക്കൊപ്പം കടയിലായിരുന്നു. ഞാൻ അവനെ കൂട്ടി വീട്ടിലെത്തി. കമൽരാജ് കുഞ്ഞുമായി പുറത്തുപോയി. കനത്ത മഴയായതിനാൽ വേഗം തിരിച്ചു വന്നു. കുട്ടിയെ കൊണ്ടുപോകുമെന്ന ഭീഷണി കാരണം മകൾ വല്ലാത്ത പേടിയിലായിരുന്നു. ഭർത്തൃവീട്ടിൽ അവൾക്ക് എന്നും അവഗണനയും പീഡനവും മാത്രമായിരുന്നു. ഭർത്തൃമാതാവിനെ കുറിച്ച് അവൾ പലതവണ പരാതി പറഞ്ഞിരുന്നു. സഹിക്കവയ്യാതായപ്പോഴാണ് കഴിഞ്ഞ വർഷം പോലീസിൽ പരാതി നൽകിയത്. ഇനിയൊരു പെൺകുട്ടിക്കും എന്റെ മകളുടെ അവസ്ഥ ഉണ്ടാകണമെന്ന് മോഹനൻ മെങ്ങിപ്പൊട്ടി. ശനിയാഴ്ച അർദ്ധരാത്രി റീമ കുഞ്ഞുമായി പുഴയിൽ ചാടിയ സമയത്ത് വേലിയിറക്കമായതിനാൽ വെള്ളം കുറവായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നു. പുലർച്ചെ 1:30 പയ്യന്നൂരിൽ നിന്ന് അഗ്നിരക്ഷാ സംഘവും എത്തി. പക്ഷേ ഫലമുണ്ടായിരുന്നില്ല. റീമ എത്തിയ സ്കൂട്ടറിന്റെ നമ്പർ പരിശോധിച്ചാണ് ആളെ മനസ്സിലാക്കിയത്. വീടിന്റെ മുകൾ നിലയിലായിരുന്ന മാതാപിതാക്കൾ റീമ സ്കൂട്ടറുമായി പോകുന്നത് അറിഞ്ഞിരുന്നില്ല. അടുത്ത ബന്ധു ഫോണിൽ വിളിച്ചപ്പോഴാണ് വിവരം അറിഞ്ഞത്. മാതാപിതാക്കൾ താഴെ എത്തിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. പിന്നീട് പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ ആത്മഹത്യക്കുറിപ്പും ഫോണിൽ ലഭിച്ചു. തിരച്ചിൽ പുനരാരംഭിച്ചപ്പോഴാണ് സമീപത്തെ റെയിൽവേ പാലത്തിന് സമീപം റീമയുടെ മൃതദേഹം കണ്ടെത്തിയത്. മാസങ്ങൾക്ക് മുൻപ് ഒരു ജോലി ശരിയായ റീമ വിദേശത്ത് പോയി. പക്ഷേ കമൽരാജിന്റെ ഭീഷണി കാരണം തിരികെ വരേണ്ടി വന്നു. കുട്ടിയെ കൊണ്ടുപോകുമെന്നും മുൻപ് പലതവണ ഇയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് റീമയെ മാനസികമായി തന്നെ തളർത്തിയിരുന്നു. പയ്യന്നൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ അക്കൗണ്ട്സ് വിഭാഗത്തിലെ ജീവനക്കാരിയായിരുന്നു റീമ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.